പ്രിയ വിദ്യാർത്ഥികളെ, ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഡിസൊല്യൂഷൻ്റെ സമയത്ത് എഴുതേണ്ട ജേണൽ എൻട്രികളും റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ഈ അക്കൗണ്ടുകളും തയ്യാറാക്കാനുള്ള ഒരു ഇല്ലുസ്ട്രേഷനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇല്ലുസ്ട്രേഷൻ തുടങ്ങാം. എ ആൻഡ് ബി ഷെയർഡ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. Their balance sheet as on 31st March 2018 was as follows. രണ്ട് പാർട്ട്നേഴ്സാണുള്ളത്, എയും ബിയും. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു ബാലൻസ് ഷീറ്റാണ് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ബാലൻസ് ഷീറ്റിൽ പ്രധാനമായിട്ടും വരുന്ന അക്കൗണ്ടുകൾ ക്രെഡിറ്റേഴ്സ്, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകളുമാണ് ലയബിലിറ്റി സൈഡിൽ വരുന്നത്. അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ്, അതിൽ നിന്ന് പ്രൊവിഷൻ കുറച്ചിട്ടുണ്ട്, സ്റ്റോക്ക്, മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഇത്രയും അസറ്റുകളാണ് ഈ ബിസിനസ് സ്ഥാപനത്തിന് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഉള്ളത്. പാർട്ണേഴ്സ് ഡിസൈഡ് ടു ഡിസോൾവ് ദ ഫേം ഓൺ ദ എബവ് ഡേറ്റ്. അസറ്റ്സ് റിയലൈസ്ഡ് ആസ് ഫോളോസ്. അപ്പോൾ എയും ബിയും ഈ ഫേം 31/3/2018 ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഡിസോൾവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദെൻ അവരുടെ അസറ്റുകളൊക്കെ അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ആ റിയലൈസ് ചെയ്ത കാര്യങ്ങളാണ് ഇനി പറയുന്നത്. സ്റ്റോക്ക് 45,000, മെഷീനറി 20% ലെസ് ദാൻ ബുക്ക് വാല്യൂ, ഡെറ്റേഴ്സ് 35,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 30,000 മോർ ദാൻ ബുക്ക് വാല്യൂ. അപ്പോൾ സ്റ്റോക്ക് അവർ വിറ്റു, 45,000 രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട്. മെഷീനറി ബുക്ക് വാല്യൂവിനേക്കാളും 20% കുറവാണ് അവർ റിയലൈസ് ചെയ്തിട്ടുള്ളത്. ഡെറ്റേഴ്സ് 35,000 രൂപ അവർക്ക് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബുക്ക് വാല്യൂവിനേക്കാളും 30,000 രൂപ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അവർ അസറ്റുകൾ ഡിസൊല്യൂഷൻ്റെ സമയത്ത് റിയലൈസ് ചെയ്തിട്ടുള്ളത്. ക്രെഡിറ്റേഴ്സ് വെയർ എഗ്രീഡ് ടു ആക്സെപ്റ്റ് 5% ലെസ്. എക്സ്പെൻസസ് ഓഫ് റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് എമൗണ്ടഡ് ടു ₹1,200. ക്രെഡിറ്റേഴ്സ് 5% കുറവ് എമൗണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 5% അവർ ഡിസ്കൗണ്ട് നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. റിയലൈസേഷന് വേണ്ടി വന്നിട്ടുള്ള ചെലവാണ് 1,200 രൂപ. പാസ് നെസസറി ജേണൽ എൻട്രീസ് ആൻഡ് പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട്സ്. ഡിസൊല്യൂഷൻ്റെ സമയത്ത് വരുന്ന ജേണൽ എൻട്രികൾ എഴുതണം. അതിനുശേഷം റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും തയ്യാറാക്കണം. അപ്പോൾ നമുക്കറിയാം ഡിസൊല്യൂഷൻ്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്. ആദ്യം ബാലൻസ് ഷീറ്റിലുള്ള അസറ്റുകളും ലയബിലിറ്റി അക്കൗണ്ടുകളും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം അസറ്റുകൾ റിയലൈസ് ചെയ്യണം, ലയബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തണം. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ടുകൾ സെറ്റിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രികൾ എഴുതാം. ഇപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി വരുന്നത് ബാലൻസ് ഷീറ്റിലുള്ള അസറ്റുകൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. അസറ്റുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാണ്. അസറ്റ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അസറ്റ് അക്കൗണ്ടുകൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ജേണൽ എൻട്രി വരുന്നത് ഇങ്ങനെയാണ്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് 40,000, ടു സ്റ്റോക്ക് 54,800, ടു മെഷീനറി 40,000, ടു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,20,000. ടോട്ടൽ എമൗണ്ട് വരുന്നത് 2,54,800. ട്രാൻസ്ഫർ ഓഫ് വേരിയസ് അസറ്റ്സ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ഫിക്റ്റീഷ്യസ് അസറ്റുകൾ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഇതൊഴികെയുള്ള അസറ്റുകളാണ് അസറ്റ് സൈഡിൽ നിന്ന് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി ലയബിലിറ്റി സൈഡിൽ വരുന്ന ക്രെഡിറ്റേഴ്സും അതുപോലെ അസറ്റ് സൈഡിലെ പ്രൊവിഷനുമാണ് ഇനി നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത അസറ്റുകളെല്ലാം ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അസറ്റ് സൈഡിൽ വരുന്ന പ്രൊവിഷൻ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ ക്രെഡിറ്റേഴ്സും ട്രാൻസ്ഫർ ചെയ്യണം. ഈ രണ്ട് അക്കൗണ്ടുകൾക്കും ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിനെയും ഡെബിറ്റ് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ടിനെയും ഡെബിറ്റ് ചെയ്യണം. ദെൻ റിയലൈസേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 20,000, ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ 1,800, ടു റിയലൈസേഷൻ അക്കൗണ്ട് 21,800. ട്രാൻസ്ഫർ ഓഫ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. നമ്മൾ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തു, പ്രൊവിഷൻ ട്രാൻസ്ഫർ ചെയ്തു,
ദെൻ ഔട്ട് സൈഡ് ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്തു. ഇനി അസറ്റ് സൈഡിൽ വരുന്നത് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. അത് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുക്കണം. ദെൻ ലയബിലിറ്റി സൈഡിൽ വരുന്നത് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകളാണ്. അത് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുക്കണം. അതോടുകൂടി ബാലൻസ് ഷീറ്റിലെ എല്ലാ അക്കൗണ്ടുകളും നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയും. ഇനി അസറ്റുകൾ റിയലൈസ് ചെയ്യുന്ന ജേണൽ എൻട്രി ആണ് എഴുതേണ്ടത്. അസറ്റുകൾ റിയലൈസ് ചെയ്ത കാര്യം താഴെ പറയുന്നുണ്ട്. സ്റ്റോക്ക് 45,000, മെഷീനറി 20% ലെസ്, ദെൻ ഡെറ്റേഴ്സ് 35,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 30,000 മോർ ദാൻ ബുക്ക് വാല്യൂ. ജേണൽ എൻട്രി എഴുതേണ്ടത് എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. റിയലൈസ് ചെയ്യാണ്, ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത് ടോട്ടൽ ചെയ്ത് നോക്കണം അല്ലെ. സ്റ്റോക്കിന്റെ എമൗണ്ട് വരുന്നത് 45,000. മെഷീനറി 20% ലെസ് ദാൻ ബുക്ക് വാല്യൂ. മെഷീനറിയുടെ വില താഴെ നോക്കിയാൽ അറിയാം 40,000 ആണ്. അതിന്റെ 20% എന്ന് പറയുമ്പോൾ 8,000. ഇപ്പോൾ 40,000-ൽ നിന്ന് അതിന്റെ 20% മൈനസ് ചെയ്ത് ബാക്കി 32,000 ആണ് മെഷീനറിയുടെ എമൗണ്ട് ആയിട്ട് റിയലൈസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ഡെറ്റേഴ്സ് 35,000 റിയലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബുക്ക് വാല്യൂവിനേക്കാളും 30,000 രൂപ കൂടുതൽ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1,20,000 ആണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ബുക്ക് വാല്യൂ. 30,000 രൂപ കൂടുതൽ കിട്ടിയെന്ന് പറയുമ്പോൾ ആകെ എത്ര കിട്ടിയിട്ടുണ്ടാവും? 1,50,000. ഇത്രയും എമൗണ്ടുകളാണ് റിയലൈസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 2,62,000. അത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയും എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. എല്ലാ അസറ്റുകളും റിയലൈസ് ചെയ്തു. റിയലൈസ് ചെയ്ത എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു, റിയലൈസേഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുത്തു. ദെൻ പേയ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. ക്രെഡിറ്റേഴ്സ് വെർ എഗ്രീഡ് ടു ആക്സെപ്റ്റ് 5% ലെസ്. ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. 20,000 രൂപയാണ് കൊടുക്കാനുള്ളത്. അവർ 5% ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 1,000 രൂപ കുറവ് എമൗണ്ട് ആണ് ആർക്ക് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്? ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ 19,000 രൂപയാണ് പേയ്മെന്റ് നടത്തിയത്. പേയ്മെന്റ് നടത്തുമ്പോൾ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. എമൗണ്ട് 19,000. ക്രെഡിറ്റേഴ്സ് പെയ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ദെൻ എക്സ്പെൻസസ് ഓഫ് റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് എമൗണ്ടഡ് ടു ₹1,200. ഇപ്പോൾ ഈ അസറ്റുകളൊക്കെ റിയലൈസ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ് 1,200. അവിടെയും ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 1,200. ദ പേയ്മെന്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസസ്. ഇനി റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ടത് നേരത്തെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അസറ്റാണ്. എന്തായിരുന്നു അതിന്റെ ജേണൽ എൻട്രി? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു വേരിയസ് അസറ്റ്സ്. ഈ അസറ്റ് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ആദ്യം എഴുതേണ്ടത് ഡെറ്റേഴ്സ് 40,000, സ്റ്റോക്ക് 54,800, മെഷീനറി 40,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,20,000. അപ്പോൾ ബുക്ക് വാല്യൂ ആണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അസറ്റുകളുടെയും ബുക്ക് വാല്യൂവിലാണ് ഡെബിറ്റ് സൈഡിൽ ഓരോ അക്കൗണ്ടുകളും കാണിക്കേണ്ടത്. ദെൻ അതിനുശേഷം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സും ക്രെഡിറ്റേഴ്സും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി. അത് പോസ്റ്റ് ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ആദ്യം ക്രെഡിറ്റേഴ്സ് 20,000, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 1,800. ഇത് രണ്ട് ട്രാൻസ്ഫറും കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്തത് എന്താണ്? റിയലൈസേഷൻ ഓഫ് അസറ്റ്സ്. എന്തായിരുന്നു ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ 2,62,000. ഇത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക്, അസറ്റ് റിയലൈസ്ഡ്, എമൗണ്ട് 2,62,000. അതിനുശേഷം ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് നടത്തി. അതുപോലെ തന്നെ റിയലൈസേഷൻ എക്സ്പെൻസും കൊടുത്തു. ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് കൊടുത്തപ്പോൾ ജേണൽ എൻട്രി എന്താ എഴുതിയത്? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, എമൗണ്ട് 19,000. ദെൻ എക്സ്പെൻസ് വന്നപ്പോഴും ജേണൽ എൻട്രി സെയിം എൻട്രി ആണ്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, അതും റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, 1,200. എല്ലാ ട്രാൻസാക്ഷനും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇനി റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്, 2,83,800. അത് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8,800.
ഇതെന്താണ്? റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ്. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ഇപ്പോൾ റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ് വരുന്നത്. ഈ പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്സ്. എങ്ങനെ ഡിവൈഡ് ചെയ്യും? അത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. എ ആൻഡ് ബി ഷെയർഡ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അപ്പോൾ 8,800-ന് 3/5 എക്ക് കൊടുക്കണം, 2/5 ബിക്ക് കൊടുക്കണം. അപ്പോൾ എക്ക് കിട്ടുന്നത് ടോട്ടൽ എമൗണ്ടിൻ്റെ 3/5 ആണ്, 5,280. ബിക്ക് കിട്ടുന്നത് 3,520. അങ്ങനെ 8,800 ആണ് ടോട്ടൽ റിയലൈസേഷൻ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അത് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടുകളിലേക്ക് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ഇനി റിയലൈസേഷൻ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത ജേണൽ എൻട്രി ആണ് എഴുതുന്നത്. എന്താണ് ജേണൽ എൻട്രി വരുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അത് ടോട്ടൽ എമൗണ്ട് 8,800 ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ട്രാൻസ്ഫേർഡ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ദെൻ ഇനി ക്യാപിറ്റൽ അക്കൗണ്ടുകളാണ് തയ്യാറാക്കുന്നത്. 2 പാർട്ണേഴ്സാണ്. 2 പാർട്ണേഴ്സിനും 2 എമൗണ്ട് കോളങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആദ്യം എഴുതേണ്ടത് എന്താണ്? ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് നേരത്തെ തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത്. ബാലൻസ് ഷീറ്റിൽ എയുടെയും ബിയുടെയും ക്യാപിറ്റൽ ബാലൻസുകൾ തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത്. ബാലൻസ് ബ്രോട്ട് ഡൗൺ. എയുടെ ബാലൻസ് 1,50,000, ബിയുടെ ബാലൻസ് 90,000. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഒരു ട്രാൻസാക്ഷനാണ് റിയലൈസേഷൻ്റെ പ്രോഫിറ്റ്. റിയലൈസേഷൻ പ്രോഫിറ്റ് കിട്ടിയ സമയത്ത് ഒരു ജേണൽ എൻട്രി നമ്മൾ എഴുതിയിട്ടുണ്ട്. അതാണ് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് 5,280, 3,520. ഇനി ട്രാൻസാക്ഷൻസ് ഒന്നും ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇപ്പോൾ എയുടെ ടോട്ടൽ വരുന്നത് 1,55,280. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി സെയിം എമൗണ്ട് തന്നെയാണ് ബാലൻസ് വരുന്നത്. ദെൻ ബിയുടെ ടോട്ടൽ വരുന്നത് 93,520. അത് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി സെയിം എമൗണ്ട് തന്നെയാണ് ബാലൻസ് വരുന്നത്. 2 ക്യാപിറ്റൽ അക്കൗണ്ടിലും ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ഈ 2 എമൗണ്ടും എന്ത് ചെയ്യണം? ഡിസൊല്യൂഷൻ ആണ്, പേയ്മെന്റ് നടത്തണം. ഇപ്പോൾ ജേണൽ എൻട്രി വരുന്നത് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടുകൾ സെറ്റിൽ ചെയ്തു, ഫൈനൽ പേയ്മെന്റ് നടത്തി. ഇനി അതിൻ്റെ ജേണൽ എൻട്രി നമുക്ക് രേഖപ്പെടുത്താം. എന്താ ജേണൽ എൻട്രി വരുന്നത്? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. 1,55,280 രൂപ എക്ക് കൊടുത്തു, 93,520 രൂപ ബിക്കും കൊടുത്തു. അങ്ങനെ ടോട്ടൽ പേയ്മെന്റ് നടത്തിയത് 2,48,800. ദെൻ ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കാം. ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. നേരത്തെ നമുക്ക് തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ നിന്നാണ് അത് കൊണ്ടുവരേണ്ടത്. ബാലൻസ് ഷീറ്റിൽ ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ്? 7,000 ആണ്. ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ബാലൻസ് ബ്രോട്ട് ഡൗൺ 7,000. ഇനി ബാങ്ക് അക്കൗണ്ടിൽ വരുന്നൊരു ട്രാൻസാക്ഷൻ ആണ് റിയലൈസേഷൻ ഓഫ് അസറ്റ്സ്. ജേണൽ എൻട്രി എന്തായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ എഴുതണം റിയലൈസേഷൻ അക്കൗണ്ട് 2,62,000. ദെൻ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിയലൈസേഷൻ എക്സ്പെൻസും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യണം? രണ്ടും ക്രെഡിറ്റ് ചെയ്യണം. എന്തായിരുന്നു ജേണൽ എൻട്രി? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം റിയലൈസേഷൻ എമൗണ്ട് 19,000. ദെൻ റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുമ്പോഴും ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, എമൗണ്ട് 1,200. ഇനി ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് പാർട്ണേഴ്സിന് ഫൈനൽ സെറ്റിൽമെന്റ് നടത്തിയ സമയത്ത് ഒരു ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ട്. എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് അത്രയും എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെവിടെയാണ് വരേണ്ടത്? ഇതും വരേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. എഴുതേണ്ടത് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1,55,280, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് 93,520. ഇപ്പം എല്ലാ ബാങ്കിങ് ട്രാൻസാക്ഷൻസും നമ്മൾ എഴുതി. ഇനി നമ്മൾ 2 സൈഡും എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്ത് നോക്കണം. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 2,69,000 ആണ്. അപ്പോൾ നമ്മൾ കൃത്യമായി എല്ലാ ട്രാൻസാക്ഷൻസും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം നമ്മൾ ജേണൽ എൻട്രികൾ എഴുതി, അതിനുശേഷം റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കി, അതിലേക്ക് അസറ്റുകൾ കൊണ്ടുവന്നു, ദെൻ ലാബിലിറ്റീസ് കൊണ്ടുവന്നു, അതിനുശേഷം അസറ്റിൻ്റെ റിയലൈസേഷൻ എൻട്രി, ദെൻ ലാബിലിറ്റീസിൻ്റെ പേയ്മെൻറ്റിൻ്റെ എൻട്രി, ദെൻ റിയലൈസേഷൻ എക്സ്പെൻസിൻ്റെ ജേണൽ എൻട്രി എഴുതി, അതിനുശേഷം അത് ബാലൻസ് ചെയ്തു. ബാലൻസ് പ്രോഫിറ്റ് ആയിരുന്നു, അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസും പ്രോഫിറ്റ് ഓൺ റിയലൈസേഷനുമാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്നത്. അതിൻ്റെ ക്ലോസിംഗ് ബാലൻസാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയത്. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കി. അപ്പോൾ അതിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, അതിനുശേഷം റിയലൈസേഷനിലൂടെ കിട്ടിയിട്ടുള്ള എമൗണ്ട് ഡെബിറ്റ് ചെയ്തു. ദെൻ ക്രെഡിറ്റേഴ്സിന് കൊടുത്തതും റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തതും പാർട്ട്നേഴ്സിന് കൊടുത്തതും ക്രെഡിറ്റ് ചെയ്തു. ടോട്ടൽ എമൗണ്ടുകൾ ഈക്വലായിട്ട് വന്നു. എങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഇന്ന് ചെയ്ത ഇലുസ്ട്രേഷനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ദെൻ ഒരു ഇലുസ്ട്രേഷൻ കൂടി നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.